കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും തൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്താൽ സ്നേഹിച്ച് നിത്യജീവന് വേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം രാജകീയ പുരോഹിതവർഗം. പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യത്തെയും പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യത്തെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു ഹ്രസ്വ പഠനം. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പന പുതിയ നിയമത്തിലേതുൾപ്പെടെ ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളതാണ്. ആ സ്നേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് കൊരിന്ത്യയിലെ വിശുദ്ധന്മാർക്ക് എഴുതിയതും സാർവത്രികമായി സകല ജനങ്ങൾക്കുമുള്ളതുമായ ലേഖനത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ വിശേഷതയെക്കുറിച്ച് നാം കഴിഞ്ഞ ലക്കത്തിൽ പഠിക്കുകയുണ്ടായി. തുടരുകയാണ്. ഈ ലോകത്തിൽ നാം ദർശിക്കുന്ന മറ്റെല്ലാ സ്നേഹങ്ങളും നശിച്ചു പോകുമ്പോൾ, സവപ്രസംഗി 9:6, യെശയ്യാവ് 1:18, ദൈവം എന്ത് ചെയ്യുന്നു? പാപത്തെ മോചിക്കുന്നു. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ആ ദൈവം തൻ്റെ അപ്പോസ്തലന്മാർക്കും ആ പദവി മോചിക്കുവാനുള്ളത് കൊടുത്തു. മത്തായി 9:1-2. പാപത്തെയും പാപം ചെയ്ത അധർമ്മ പ്രവർത്തികൾ ചെയ്ത വ്യക്തികളെയും ദൈവം സ്നേഹിക്കുകയും അവ കണക്കിടാതെയും ഇരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 4:7. അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ച് ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുന്നു. കൊലോസ്യർ 2:13. പാപങ്ങളുടെ ബഹുത്വത്തെ ദൈവസ്നേഹം മറയ്ക്കുന്നു. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4:8. ആത്മീയമായി മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗീയമായ അവസ്ഥയിൽ ഇരുത്തിയിരിക്കുന്നു. എഫേസ്യർ 2:1 മുതൽ 7 വരെ. ദൈവപുത്രൻ നമുക്ക് മാതൃകയായി നിവർത്തിച്ചു തന്ന ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അളവ് പറയുകയാണ് വിശുദ്ധ പൗലോസ്. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിച്ച് സകല പരിജ്ഞാനത്തെയും കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരായി തീർന്നു. ദൈവത്തിൻ്റെ എല്ലാ നിറവോളവും നിറഞ്ഞു വരേണം എന്നുള്ളതാണ് ദൈവം നമ്മെ, അഥവാ രാജകീയ പുരോഹിതവർഗത്തെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. എഫെസ്യർക്ക് ലേഖനം 2:17-19 വരെയുള്ള വാക്യങ്ങൾ. ഈ സ്നേഹത്തെ അത്രേ വിശുദ്ധ പൗലോസ് മഹാസ്നേഹം, ഗ്രേറ്റ് ലവ്, അതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന യവനപദം പോലേൻ അഗാപ്പേ എന്നാണ്. വിചിന്തനം ചെയ്യുവാൻ കഴിയാത്തവണ്ണം മുകളിലോട്ട് നോക്കി ക്ഷീരപഥ ഗലാക്സിയെ മുഴുവൻ തലച്ചോറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിക്ഷിപ്തപ്പെടുത്തുവാൻ കഴിയും ഇല്ല എങ്കിൽ ഒരിക്കലും വീതിയോ നീളമോ ആഴമോ ഉയരമോ അറിയുവാൻ കഴിയാത്ത സ്നേഹം എന്നാണ് എഫെസ്യർ 2:4 ദൈവസ്നേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ സ്നേഹത്താൽ അഥവാ അഗാപ്പയാൽ നാം നിറഞ്ഞു കവിയുമ്പോൾ, നിറഞ്ഞു പൂർണ്ണരാകുമ്പോൾ, സ്നേഹിതന്മാർക്ക് അഥവാ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫിലയോസിന് വേണ്ടി സ്വന്തം ജീവനെ പോലും കൊടുക്കും എന്നതിന് സംശയം വേണ്ട. യോഹന്നാൻ 15:13. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ വലിയ സ്നേഹം വേറെ ഒന്നും ഇല്ല. ലേവ്യ പൗരോഹിത്യം ദ്വാര ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയ ന്യായപ്രമാണ നിയമങ്ങൾ കേവലം കാലസമ്പൂർണതയിൽ വെളിപ്പെടുവാനെന്ന സമ്പൂർണമായ നന്മകളുടെയും ദൈവസ്നേഹത്തിൻ്റെയും നിഴൽ മാത്രം ആയിരുന്നു എന്ന് വിശുദ്ധ പൗലോസ് തിരുവചനത്തിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:1 തികവുള്ളതും പൂർണ്ണവുമായ ന്യായപ്രമാണമോ അത് മനപ്പാടമാക്കി അനുസ്യൂതം ഉരുവിടുന്നതിലല്ല, പിന്നെയോ അതിനെ ശ്രദ്ധാപൂർവം ഉറ്റുനോക്കി
നിലനിൽക്കുക എന്നതിൽ അത്രേ. ഒരു കാലത്ത് അല്പമായി സ്നേഹിച്ചിട്ട് വിടുന്നതല്ല സ്നേഹം, ആ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതിലത്രേ. അത് അവൻ മറന്നു കളയാതെ അതിൽ തന്നെ നിലനിൽക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. യാക്കോബ് തൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഈ സ്നേഹം നമ്മിൽ തികഞ്ഞു വരുമ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിൽ നാം കാണുന്ന ആ സ്നേഹത്തിൻ്റെ പരാവശ്യതയിൽ അരുത് എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു കൽപ്പനകളും നാം ചെയ്യുവാൻ തുനിയുകയില്ല. ഉദാഹരണം, 7-ാമത്തെ കൽപ്പന വ്യഭിചാരം ചെയ്യരുത് എന്നല്ലേ? നമ്മളുടെ ചുറ്റുപാടുമുള്ള നാം കാണുന്ന നമ്മുടെ സഭയിലുള്ള ഇതര സഭകളിലുള്ള വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികളായ സഹോദരിമാരുടെ ജീവിതത്തിൽ പോലും നമ്മെപ്പറ്റി ലവലേശം കണിക പോലും വരാത്ത വിധത്തിൽ ആത്മീയ അക്ഷരിക വ്യഭിചാരം നാം ചെയ്യുകയില്ല. കൽപ്പന പുറപ്പാട് പുസ്തകം 7:14. 8-ാമത്തെ കൽപ്പന നോക്കുക, പുറപ്പാട് പുസ്തകം 7:15. മോഷ്ടിക്കരുത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പൂർണ്ണമായി വരികയും നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നാം ആരുടെയും ഒരു വകയും മോഷ്ടിക്കുകയില്ല. മോഷ്ടിക്കുന്നത് സ്വാർത്ഥതയുടെ ബാഹ്യപ്രകടനം ആണ്. 9-ാമത്തെ കൽപ്പന കൂട്ടു സഹോദരൻ്റെയോ മറ്റാരുടെയും നേരെയോ കള്ളസാക്ഷ്യം പറയുകയില്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്യാത്തത് ചെയ്തുവെന്നും ചെയ്തത് ചെയ്തില്ല എന്നും പറഞ്ഞ് നാം പറയുന്ന കാര്യ കള്ളം ആകയാൽ അത് സത്യമാണെന്ന് സ്ഥാപിക്കുവാൻ പോകുകയില്ല. 10-ാമത്തെ കൽപ്പന കൂട്ടുകാരൻ്റെ ഭവനത്തെ അവൻ്റെ ഭാര്യയെ ദാസീദാസന്മാരെ. 7-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. കാള, കഴുത അവനുള്ള യാതൊന്നിനെയും മോഹിക്കുകയില്ല, ആഗ്രഹിക്കുകയില്ല. പുറപ്പാട് ദിവസം 20:17. ചുരുക്കത്തിൽ രാജകീയ പുരോഹിതവർഗത്തിലെ ഓരോ അംഗങ്ങളും കൂട്ടുകാരനെ, സ്നേഹിതനെ, സഭാവിശ്വാസിയെ, കൂടാരാധിക്കുന്ന ആരാധന സ്നേഹിതനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കും എന്നത്രേ രാജകീയ പുരോഹിതവർഗത്തിൻ്റെ ധർമ്മം. റോയൽ ലോ, റോയൽ നോം. അത് മറന്നുകളയരുത് എന്നാണ് വിശുദ്ധ യാക്കോബ് വിശേഷിപ്പിക്കുന്നത്. ആധാരമായി പഴയ നിയമ പുതിയ നിയമ വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 19:18. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യവും യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യവും. ദയവ് ചെയ്ത് ഈ വാക്യങ്ങൾ കൂടെയൊക്കെ രാജകീയ പൗരോഹിത്യ വർഗം ഓർത്തിരിക്കുന്നത് നന്നാണ്. ലേവ്യ പൗരോഹിത്യവും രാജകീയ പൗരോഹിത്യവും തമ്മിൽ ഉള്ള ഒരു താരതമ്യം, എ കമ്പാരിസൺ ബിറ്റ്വീൻ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് റോയൽ പ്രീസ്റ്റ്ഹുഡ്. ആധാരമായി പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളും പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യവും ഒരു പുനരവലോകനം ചെയ്യുക. പുരോഹിതൻ്റെ ശുശ്രൂഷ ആരാധിപ്പിക്കുകയും ജനങ്ങളുടെ ആരാധന ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തത്തക്കവണ്ണം അവരെ ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്യുന്നത് അത്രേ. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ജനങ്ങളുടെ കർത്തവ്യവും അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിനായിട്ടാകുന്നു യഹോവയാം ദൈവം തൻ്റെ ജനമാകുന്ന ഇസ്രയേൽ ജനത്തെ വിളിച്ചതും മിസ്രയീമിൽ നിന്നും ഇറക്കിത്തിരിപ്പിച്ചതും. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-2. ദൈവം മോശയോട് പറയുകയാണ്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ ജനം, അതിന് നേതൃത്വം കൊടുത്തത് മോശ എന്നുള്ളത് സത്യം, എങ്കിലും ജനം മോശയുടേതല്ല, ജനം ദൈവത്തിൻ്റേതാണ്.
എൻ്റെ ജനം എന്നെ മരുഭൂമിയിൽ ആരാധിക്കേണ്ടതിന് അവരെ വിട്ടയക്കണം എന്ന് നീ ഫറവോനോട് പറയണം. അപ്പം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് പഴയ നിയമ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ പ്രാഥമികമായ ചുമതല. പഴയ നിയമ ലേവ്യ പൗരോഹിത്യ വർഗത്തിൻ്റെ ആരാധനയിലെ പ്രധാന ഭാഗം യാഗാർപ്പണമായിരുന്നുവല്ലോ. പുറപ്പാട് പുസ്തകം 5:3, 8, 17, 8:8. ആരാധനാ വസ്തുക്കളിൽ പ്രധാനമായ വസ്തു യാഗമൃഗങ്ങൾ ആകുന്നു. അവയെ യാതൊരുവിധ ന്യൂനത ഇല്ലാത്തതും ഊനം അറ്റവയും ആയിരിക്കണം. പുറപ്പാട് 12:5, 29:1, ലേവ്യ പുസ്തകം 1:3, 10, 3:1, 6, 4:3, 23, 28, 32, 5:5 തുടർന്ന് എത്രയോ വാക്യങ്ങൾ. ചുരുക്കത്തിൽ അവർ കൊണ്ടുവരുന്ന ആരാധനയുടെ യാഗവസ്തുക്കൾ തീർത്തും 100% കുറ്റം അറ്റവ ആയിരിക്കണം. ആരംഭം മുതൽ ഏറിയ നൂറ്റാണ്ടുകൾ അവർ ആ നിയമം കൃത്യമായി അനുസരിച്ച് ആചരിച്ചു വന്നിരുന്നുവെങ്കിലും മലാഖി പ്രവാചകൻ്റെ കാലമായപ്പോഴേക്കും വിഷയം ആകെ മാറി മറിഞ്ഞു. ആധാരമായി ശ്രദ്ധിക്കുക, ജാതികളുടെ ഇടയിൽ പോലും യഹോവയുടെ നാമത്തിന് ധൂപവും നിർമ്മലവുമായ വഴിപാടും അർപ്പിച്ചു വരുമ്പോൾ ഇസ്രായേൽ ജനം യഹോവയുടെ മേശ മലിനമാക്കി, യഹോവയുടെ ഭോജനമായ അതിൻ്റെ അനുഭവം നിന്ദ്യമാക്കി. അങ്ങനെ യഹോവയുടെ നാമത്തെ അശുദ്ധമാക്കുകയും ചെയ്തു. തന്നെയുമല്ല, യഹോവയുടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് പ്രയാസം എന്ന് പറയുകയും യാഗവസ്തുക്കളെ ശോധന ചെയ്യാതെ ഊനമുള്ളവയും കടിച്ചു കീറിപ്പോയതിനെയും ദീനമുള്ളതിനെയും മുടന്തുള്ളതിനെയും യഹോവ അംഗീകരിക്കാത്തവയെയും കാഴ്ചയായി കൊണ്ടുവന്നു. അവരുടെ മൃഗങ്ങളിൽ ആൺമൃഗങ്ങളും ഊനമറ്റതും ഉണ്ടായിരിക്കെ, പുറപ്പാട് പുസ്തകം 12:5, ലേവ്യ പുസ്തകം 1:3, 10, 3:1, 6, 4:23, 22:9 വായിച്ചു നോക്കുക. ഉണ്ടായിരിക്കെ അവർ യാഗം അർപ്പിക്കുന്നത് ഊനമുള്ള തള്ളമൃഗങ്ങളെ, അഥവാ ഇനിയും പ്രസവിക്കാത്തതിനെ, അറം പറ്റിയതിനെ, പ്രയോജനരഹിതമായതിനെ, അറുത്തു തിന്നാൽ ചവച്ചിറക്കുവാൻ പ്രയാസമുള്ളവകളെ അത്രേ. മലാഖി പ്രവചനം 1-ാം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇவ்விധത്തിൽ അവർ ദൈവമുൻപാകെ കൽപ്പനയെ അനുസരിക്കാതെ ശാപം സ്വയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. വിഷയം അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. യാഗാർപ്പണം നടത്തി ജനത്തെ നേരിലുള്ള ഉപദേശം കൊടുത്ത് പരമാർത്ഥതയോടുകൂടെ നടത്തിയിരുന്ന പുരോഹിതന്മാരുടെ കാലം കഴിഞ്ഞു. മലാഖിയുടെ തലമുറ വന്നപ്പോൾ പുരോഹിതന്മാർ തുടർന്നു വന്ന വചനവിരുദ്ധമായ ശുശ്രൂഷകൾ കാണുക. യഹോവയുടെ ആജ്ഞ അവർ കേട്ടനുസരിച്ചില്ല. ഒന്നാമത്തെ അപരാധം, മലാഖി 2:2. യഹോവയുടെ നാമത്തിൻ്റെ മഹത്വം കൊടുത്തില്ല, മലാഖി 2:2. അവർ വഴിവിട്ട് പലരെയും ഉപദേശത്തിൽ ഇടറുമാറാക്കി, മലാഖി 2:8. അവർ സ്വയം ലേവിയുടെ നിയമം നശിപ്പിച്ചു കളഞ്ഞു, മലാഖി 2:8. ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിക്കാതെ, സ്വയം പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷാഭേദം കാണിച്ചു, മലാഖി പ്രവചനം 2:9. അവർ സദാസമയവും യഹോവയുടെ പ്രതിവാദം നടത്തുന്നവരായി തീർന്നു, മലാഖി 1:6-7, 2:14, 3:7-8. യഹോവയോട് പ്രതിവാദം നടത്തുന്നവരാണ്. യോബിൻ്റെ പുസ്തകം ഇവർ വായിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അയ്യോ, യഹോവയോട് പ്രതിവാദം ചെയ്ത് ശാഠിച്ചിട്ട് ഹാനി വരാത്തവനാർ എന്ന് യോബ് 9-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്. ഇവർ ദൈവത്തോട് പ്രതിവാദം ചെയ്യുകയാണ്. നീ ദൈവത്തോട് പ്രതിവാദം ചെയ്യുവാൻ ആരാണ് എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ രാജകീയ പുരോഹിതന്മാരിൽ ബഹുഭൂരിഭാഗവും ഇവരിൽ നിന്ന് വ്യത്യസ്തരല്ലല്ലോ.
മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സംക്ഷിപ്തമായി ഇവിടെ വിവരിക്കാതെ വിട്ടുകളയരുത്. ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ രാജകീയ പുരോഹിത വർഗം എന്നഭിമാനിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഇവരിൽ നിന്ന് വ്യത്യസ്തരല്ലല്ലോ. ആരിൽ നിന്ന്? യഹോവയുടെ ആജ്ഞ അനുസരിക്കാത്തവരിൽ നിന്ന്, യഹോവയുടെ നാമത്തിന് മഹത്വം കൊടുക്കാത്തവരിൽ നിന്ന്, പലരെയും വഴിവിട്ട് ഉപദേശത്തിൽ നിന്ന് ഇടറുമാറാക്കുന്നവരിൽ നിന്ന്, ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണം നശിപ്പിച്ചു കളഞ്ഞവരിൽ നിന്ന്, ദൈവത്തിൻ്റെ വഴികളെ വിട്ട് ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചുകൊണ്ട് പാനൽ മെമ്പേഴ്സിന് അനുകൂലം നിന്നുകൊണ്ട് നിരപരാധികളെ ആത്മീയമായി ക്രൂശിക്കുന്നവരിൽ നിന്ന്, സദാസമയം യഹോവയോട് പ്രതിവാദിക്കുന്നവരിൽ നിന്ന് എന്തു വ്യത്യാസമാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ? രാജകീയ പുരോഹിതവർഗം എന്നഭിമാനിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത്. ആരംഭകാലത്ത് മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ച ശേഷം ചെങ്കടലും അനന്തരം 40 സംവത്സരങ്ങളിൽ മരുഭൂമിയിലും അവർ കുത്തിയൊഴുകിക്കൊണ്ടിരുന്ന യോർദാൻ നദിയിലും വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം ഗിൽഗാലിൽ തങ്ങളുടെ പാപങ്ങൾ ഉരുട്ടിക്കളഞ്ഞ ശേഷം അവർ വാഗ്ദത്ത ദേശത്തിൽ നടന്ന യുദ്ധങ്ങളിലും ന്യായാധിപന്മാരുടെ കാലങ്ങളിലും രാജാക്കന്മാരുടെ കാലത്തും സർവശക്തനായ യഹോവയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ടനുഭവിച്ച ജനം ദൈവത്തെ ആരാധിച്ചു. എന്നാൽ അതിനുശേഷം ന്യായാധിപന്മാരെയോ രാജാക്കന്മാരെയോ പ്രവാചകന്മാരെയോ പുരോഹിതന്മാരെയോ അനുസരിക്കാതെ അന്യദൈവങ്ങളെ ആരാധിച്ച് അവരുമായി പരസംഗം ചെയ്ത് അവർ വന്ന വഴികളിൽ നിന്ന് മാറിക്കളഞ്ഞതിനാൽ ദൈവം അവരെ ഉപേക്ഷിച്ചു, ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാത്ത വിധത്തിൽ ഇന്നത്തെ ഏകദേശം ഉണർവിൻ്റെ 100 സംവത്സരങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഉണർവ്, വിശുദ്ധി, വേർപാട് എല്ലാം വിട്ടിട്ട് തേജോമനായ ദൈവത്തിൻ്റെ ദിവ്യവചനം കേട്ട് ദർശനം പ്രാപിച്ച് നാമധേയ മിശ്രയും അടിമത്വം വിട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ആത്മീയാരാധന അനുഭവിച്ച് തിരുമേശകളിലും ആത്മീയ അഭിഷേകത്തിൻ്റെ യഥാർത്ഥമായ നിറവിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് അനുഭവിച്ച ദൈവജനത്തിൻ്റെ ഇന്നുള്ള 3ാമത്തെയും 4ാമത്തെയും തലമുറകളുടെ അവസ്ഥ എവിടെ? അവർ ദൈവമുൻപിൽ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു? ഒന്ന് സ്വയം വിശകലനം ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. എന്നിട്ടും ഞെളിഞ്ഞു നിന്ന് പറയുകയാണ് ഞങ്ങൾ രാജകീയ പുരോഹിതവർഗം ആണെന്ന്. എത്ര സത്യമുണ്ട് എന്ന് ചിന്തിക്കുക. കർത്താവേ, സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കത്തക്കവണ്ണം ഞങ്ങളെ ദൈവാത്മാവ് സത്യത്തിൽ നടത്തുമാറാകണം. ഒരിക്കൽ കൂടെ അടിയങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.